ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് മാൽഡീവ്സിൽ. ഞങ്ങളിന്ന് താമസിക്കുന്നത് ഓഷ്യൻ പൂൾ വില്ലയിലാണ്. ഒരു 2 days 2 nights ഈ വില്ലയിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ദിവസം ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് അക്വ വില്ലയിലാണ്. നമ്മൾ പുറത്തുള്ള കാഴ്ച കണ്ടിട്ട് എന്താ പറയുക, നിങ്ങളെന്നെ കണ്ടോളൂ. മാൽഡീവ്സിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലക്ഷറി സ്റ്റേ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് ശരിക്കും മാൽഡീവ്സ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. സംഭവം നമ്മൾ ഇന്നലെ ലേറ്റായി, ഭയങ്കര ലേറ്റായി വന്നപ്പോൾ റിസോർട്ടിൽ. പിന്നെ ഉള്ളിൽ കയറിയ സമയത്ത് എത്ര സമയം, ഒരുപാട് സമയം. അപ്പോൾ ഡേ 1 ഇൻ മാൽഡീവ്സ്. ഓക്കെ, ഫസ്റ്റ് ഡേ ആണ്. പക്ഷെ നമ്മൾ എഴുന്നേറ്റപ്പം ഭയങ്കര ലേറ്റായി. ഒരു 10:30 അല്ലേ, 10:30 എഴുന്നേറ്റു. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ടൂത്ത് ബ്രഷ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ വിളിച്ച് അറേഞ്ച് ചെയ്തു. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു 11:30 നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് പിന്നെ നല്ല ബർത്ത്ഡേ ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ എണീറ്റ് തന്നെ ആക്ച്വലി ഞാൻ ഒരു 7:30 പറഞ്ഞു. പക്ഷെ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, പിന്നെ എനിക്ക് എണീക്കാനും തോന്നിയില്ല. അതെ, അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി, എന്താ പറയുക, പെട്ടെന്ന് റെഡിയായി. പിന്നെ പള്ളിയിൽ പോകണം, വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ മാൽഡീവ്സിൽ പള്ളിയൊക്കെ എങ്ങനെയാണെന്ന് കാണാം നമുക്ക്. പള്ളിയിലോട്ട് റഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അന്നേരം 5 minute വാക്കിംഗ് ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ പള്ളീനെ അവിടെ കാണിച്ചു തരാം. ഫെജു വീഡിയോ എടുക്കുന്നു, ഞാൻ പള്ളിയിൽ പോകും. ഓക്കെ, ഇവിടുത്തെ പള്ളിയാണ്. ഭയങ്കര സൈലൻറ്റ്. ഭയങ്കര സൈലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈലൻറ്റ് ഞാൻ വേറെ പള്ളിയിൽ നാട്ടിലൊന്നും പോയിട്ടും അല്ല ഇതുപോലെ എവിടെ പോയിക്കും ഈ ഒരു സൈലൻറ്റ് കിട്ടിയിട്ടില്ല. ഭയങ്കര സൈലൻറ്റ്. അപ്പോൾ നമ്മളിതാ പള്ളി നിസ്കാരം കഴിഞ്ഞു. ജസ്റ്റ് ഫെജു വന്നിട്ട് നെക്സ്റ്റ് അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ റെസ്റ്റോറൻറ്റ് ചിലപ്പം ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഫെജുവിനടുത്ത് അങ്ങോട്ട് പോകണം ഇനി. അപ്പോൾ നമ്മൾ വന്നു പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് റൈറ്റിലോട്ട് പോയതായിരുന്നു. സോ ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും. ഓക്കെ, സ്റ്റോപ്പ്. ഹലോ, റെസ്റ്റോറൻറ്റ് ഇസ് ക്ലോസ്. താങ്ക് യു. സോ ഞാൻ അവിടുന്ന് ഇത് നോക്കിയായിരുന്നു, ലിഫ്റ്റ് നോക്കിയായിരുന്നു. ഫെജിന് ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു റെസ്റ്റോറൻറ്റ് നോക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണല്ലേ. നടന്നോ? എത്ര നടന്ന് നോക്കട്ടെ? ബസ് വരും. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ബസ് വരുന്നുണ്ടാവും. ഇപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം. പള്ളി കഴിഞ്ഞു. വെയിലായതുകൊണ്ടാണ് പ്രശ്നം. വന്നിട്ട് വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ. അപ്പോൾ അവർ ഇപ്പോൾ തിരിച്ചു വരുന്നല്ലേ പറഞ്ഞ വെച്ചു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കുറച്ച് 5 minutes വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നാലും ഒരുപാട് ടയർഡായി പോകുന്നു പെട്ടെന്ന്. ഞാൻ ആദ്യം വിചാരിച്ച തീരെ ഭയങ്കര തണലുണ്ട്, നിറച്ച് മരങ്ങളാണ്. പക്ഷെ ഞാൻ വിചാരിച്ചെന്താ, പക്ഷെ ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. കണ്ടോ, ഞാനൊക്കെ വേർത്ത് കുളിക്കുന്നു. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യപ്പം തന്നെ വരും. ഇവിടെ തേങ്ങെല്ലാം ഉണ്ട് കേട്ടോ. തേങ്ങ കണ്ട, തേങ്ങകളുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് ഉണ്ട്. അടിപൊളി. ഇവിടെയാണ് പള്ളി. കണ്ടോ, പള്ളി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് പള്ളി. ഞാൻ ഇപ്പം പോയിട്ട് വന്നാണ്. കണ്ടോ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പള്ളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. റെസ്റ്റോറൻ്റ് അല്ല, ഇപ്പം വണ്ടി വരുന്നുണ്ട്. കാണാം, വണ്ടി വരുന്നുണ്ട്. നമുക്ക് അതിൽ കയറിയിട്ട് എന്തായാലും പോവാം. സോ വണ്ടി വരുന്നുണ്ട്. സോ ബാക്ക്. നമ്മളിതാ വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. കുറച്ച് റെസ്റ്റോറൻറ്റോട് പോകുന്നില്ല. റെസ്റ്റോറൻറ്റ് പോകാൻ പറ്റുന്ന പുള്ളിയാണ് പറഞ്ഞിട്ടില്ല. നോക്കാൻ എന്തായാലും
റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ നോക്കാം നമുക്ക്. ഇതാണ് ഈ റെസ്റ്റോറൻറ്റ്. സോ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊന്ന് ഫസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതാണ് 314. Yeah, hi. നമ്മൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ സീറ്റും നോക്കിയിട്ട് പിന്നെ നമുക്ക് മാസം എടുക്കാൻ നല്ലത് ചൂട് അവിടെ ഇരിക്കാം. സെക്കൻഡ് ഈ ടേബിളിൽ ഇരുന്നാലോ, അല്ലെങ്കിൽ വ്യൂ ഉള്ള സ്ഥലത്ത് ഇരിക്കുന്ന പറ്റും. തെജു ഇവിടെ സോ വി ക്യാൻ സിറ്റ് ഹിയർ. ഇവിടെ ഇരുന്നോ. ഒരുപാട് എടുക്കുന്നില്ല. ചിക്കൻ റോസ്റ്റാണ്. അത് 2 പീസ് എടുക്കാം. പിന്നെ എന്താ പറയുക, എനിക്ക് തന്നെ 2 പീസ് എടുക്കാം. പിന്നെ ഇത് വന്നിട്ട് ഓരോ പീസ് ഉണ്ട്. ചിക്കൻ പീസ് ഫിഷ് കറിയാണത്. എന്താ നമ്മൾ അയലാണ് കിട്ടുന്നത്. ക്ലോസ് ചെയ്തത് ഇത് വന്നിട്ട് ക്രീമി ചിക്കൻ. ബീഫാണോ? ബേക്ക്ഡ് ബീഫാണ്. ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചെടുക്കാം. വേണ്ടല്ലോ അവിടെ ഫിഷ് പിക്ക് പിന്നെ റെസ്റ്റോറൻറ്റിൽ ഇവിടെ ലൈവായിട്ട് വേണമെങ്കിൽ നിങ്ങൾ സ്ക്വിഡൊക്കെ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് തരും. ലൈവ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് സ്ക്വിഡ് എടുത്തു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലൈവായിട്ട് ചെയ്തു. നമ്മൾ നോർമലി നാട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യും. ഇവിടെ അങ്ങനെ ചെയ്യില്ല. ശരിക്കും അവർ നമ്മൾ നല്ല പോലെ ഓവർ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരൊരു നോർമൽ കുക്കിൽ അവരുടേതായ ഒരു സ്റ്റൈലിൽ മാത്രമേ അവർ ചെയ്തു തരുള്ളൂ. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധനം ഇവിടുന്ന് അടിപൊളിയായി ചെയ്തു തന്നു. കഴിക്കാം. ഹലോ, ഇത് ചേച്ചി ഇവിടെ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കുറച്ച് കഴിച്ചാൽ പോരെ? ചേച്ചി ഇവിടെ 3 പ്ലേറ്റ്സൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കാം. നമ്മൾ ഈ സീ ഫുഡ് നമ്മൾ ചെയ്തില്ലേ, ഈ സാധനം അടിപൊളിയാണ്. അടിപൊളി നല്ല അടിപൊളി ഫുഡാണ്. വെജ് കൂടെ വേറൊരു സാധനമാണ് അടിച്ച് വെച്ചാണി പിന്നെ നമ്മൾ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബോർഡ് പാക്കേജ് എടുത്ത് വരിക. അതായത് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും എക്സ്പെൻസീവ് ആണ്. ഇവിടെ ബഫറ്റിന് വരുന്നത് $60 ആണ് പെർ പേഴ്സൺ. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഫുൾ ബോർഡ് പാക്കേജ് എടുത്ത് തന്നെ വരിക. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അഡ്മയർ ലക്ഷറി ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബോർഡ് നല്ല അടിപൊളി പാക്കേജ് ആയിട്ട് അവർ തരും. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് വന്നിട്ട് നമ്മുടെ
റിസീവിങ് ഏരിയ ആണ്. നമ്മൾ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഇവിടെ നിന്നായിരുന്നു റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് എടുക്കാം. ഫേജു ഇതേ മുമ്പിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരെ കാണുന്ന അതാണ് ശരിക്കും റിസപ്ഷൻ വരുന്നത്. ഇവിടെ ജസ്റ്റ് റിസീവിങ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് കറക്റ്റ് എത്ര മണിക്ക് വെജു ഇവിടെ എത്തിയത്? 11 മണി. കാരണം നമ്മൾ 6:15 ആകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ നിന്ന് പോകുന്നതാണ്. ഇതിന് നീന്തെന്ന് അറിയണ്ട, അത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അത്ര വെള്ളമേ ഉള്ളൂ. ഞാനത് കാണിച്ചില്ല. ഇവർ 2 പേര് ഇങ്ങനെ തുഴഞ്ഞിട്ട് വരുന്നത്, ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോവാം, ബാലൻസ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. ഫെജുവിനാണെങ്കിൽ ഫുള്ള് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പേടി. സോ അവിടെ നമ്മൾ റെൻറ്റിന് കാര്യങ്ങൾ എടുക്കുന്ന അവിടെയാണ്. പിന്നെ ഇവിടുന്ന് നമ്മളെ റിസപ്ഷൻ ഏരിയൻ്റെ അടുത്ത് തന്നെ ബസ് കിട്ടും നമുക്ക് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ബീച്ച് ഏരിയ, അവിടെ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം, സൂപ്പറാണ് ആക്ടിവിറ്റി. ഇവിടെ നിന്നുള്ള ബാക്ക് സൈഡ് വ്യൂ ആണ് ഇതാണ്. അപ്പോൾ നമ്മൾ ആ സാധനം ചിലപ്പോൾ നമ്മളിപ്പോൾ റെൻറ്റിനടുത്ത് പോകണമെന്നുണ്ട്. നോക്കാം എന്തായാലും. നേരെ കാണുന്നതാണ് സംഭവം. ഓക്കെ, ആ ഏരിയയിൽ കാണിച്ചാൽ എൻട്രൻസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ പറ്റോ? കാണുമ്പോൾ നല്ല അടിപൊളി. കുറേ ഗസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. കണ്ടിന്യൂർ ആ ഒരു റിസപ്ഷൻ ഏരിയ ആണ്. സോ അവരെ നമ്മൾ ഇന്നലെ നൈറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരനുണ്ടായിരുന്നു. കുറേ ഗസ്റ്റുകളൊക്കെ വെയിറ്റിംഗ് ആണ്. ചേട്ടാ, നമ്മൾ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ഇവിടെ എൻട്രൻസ് ഉണ്ട്. ഇത് നമ്മളെ വന്നിട്ട് ബ്രീഫിങ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇത് മുമ്പിലായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അക്വഹോളിക്സ്. ഇവിടെ നമ്മൾ ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസ് നമ്മളൊക്കെ ഇവിടെ പോയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇത് കാണിക്കാം. ഇവിടുന്ന് സൂം ചെയ്ത് കാണിക്കാം, അങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു റിസപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സാധനം ബുക്ക് ചെയ്യാം. ഇവിടെ കാണുന്നത് ഒരു പൂളാണ്. ഇവിടെ നമ്മൾ സ്കൂബ ചെയ്യുന്ന, ഡൈവ് ചെയ്യുന്ന ആളുകൾക്ക് ട്രെയിനിങ് തരുന്ന സാധനമാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിനിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിലൂടെ കൊണ്ടുപോകാം. ഓക്കെ, സോ നമ്മളവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബസ് പോവുക അങ്ങോട്ട്, നമ്മളെ റൂംസിലോട്ട് പോകേണ്ട അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ബസ് ഇതാണ്, ഈ ഒരു ഇതിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ അടിപൊളി ആംബിയൻസ് അല്ലേ വിജു? അടിപൊളി സ്ഥലമാണ്. നല്ല ചൂടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു അടിപൊളിയായിട്ടുണ്ട്. ഓക്കെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഇവിടുത്തെ നമ്മുടെ പാക്കേജിൽ ഫോട്ടോസിൻ്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫുള്ളി ബുക്കാണ്. അപ്പോൾ നാളെ നമ്മൾ പോകാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേക്ക് ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സ്നാപ്പിൻ്റെ ടൈമിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. സ്നാപ്പ് ഓപ്പൺ മോർണിംഗ് 9 to 12, ആഫ്റ്റർനൂൺ 1 o'clock to 6. പിന്നെ നമ്മൾ ഇത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, നേരെ സ്നാപ്പിൻ്റെ സ്റ്റുഡിയോൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു എന്താ പറയുക ഷോപ്പുള്ളത്, കൂൾ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട്. ഈ കൂൾ സ്റ്റഫിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഉള്ളിൽ ഫുള്ള് ബീച്ച് വെയർ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതിനെയും ഓപ്പൺ ടൈമിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. സമയം നോക്കാം, ഉള്ളിൽ കയറാനായിട്ട് നോക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് SPF. മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ.
കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ട്, ഇവിടുന്ന് വാങ്ങിക്കാം. പക്ഷേ ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ചപ്പൽസ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, പിന്നെ കുറേ ഐറ്റംസ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അടിപൊളി ക്ലോത്ത്സുകളുണ്ട്, ഷൂസ് കാര്യങ്ങൾ, പിന്നെ നമ്മളെ സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലേഡീസിൻ്റെ ഉള്ളത്, ജെൻസിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ചില ചില റൂമിൽ ഈ സാധനമൊന്നും അവൈലബിൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റും. നല്ല അടിപൊളി ഡ്രസ്സ് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല റേറ്റുണ്ട്. റേറ്റൊന്നും നോക്കിയിട്ടില്ല, നമ്മളെല്ലാം പാക്കപ്പായിട്ടാണ് വന്നത്, അതുകൊണ്ട് നോക്കിയിട്ടില്ല. ഇവിടെ ഒരു സാധനം $75 ആണ് ഈ ഒരു സ്വിമ്മിങ് വെയറിന് വരുന്നത്. USD ആണ് കേട്ടോ. ഇതൊക്കെ ബിഗ് ടൈപ്പ് ബീച്ച് വെയറാണ് കംപ്ലീറ്റ്. അതുപോലെ ലേഡീസിൻ്റെ അതുണ്ട്, പിന്നെ കിഡ്സിൻ്റെ സാധനം, ആക്ടിവിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്യാപ്പ് നോക്കുന്നതായിരുന്നു. ക്യാപ്സൊക്കെ ഉണ്ട്, അടിപൊളി വൈറ്റ് ക്യാപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. $65. ക്യാപ്പിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എത്ര വരുന്നുണ്ട് ചോദിക്കോ? നല്ല റേറ്റ് വരുന്നുണ്ട്. ഫുൾ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും സംഭവം. ബട്ട് നമ്മൾ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ എന്തും വാങ്ങിക്കാം. സംഭവം അടിപൊളി. നമ്മൾ ഓൾറെഡി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നുള്ളതുകൊണ്ട് സാധനം വാങ്ങിക്കുന്നില്ല. ജസ്റ്റ് ഷോപ്പ് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു കൂൾ സ്റ്റഫ് തന്നെയാണ്. ഒരു ഷോപ്പിൻ്റെ പേര് പറഞ്ഞ പോലെ കൂൾ സ്റ്റഫാണ്. ഈ ഒരു സാധനം നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബിജു. പക്ഷേ ഇതിന് റേറ്റ് വന്നിട്ട് $120 ആണ്. ഓക്കെ, വണ്ടി വരാൻ വേണ്ടി കുറച്ച് നേരം ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വണ്ടി 20 മിനിറ്റ്സിനുള്ളത്. അപ്പോൾ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ കയറിയിട്ട് 314 പോകാം. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിലോട്ടും കയറാം. നമ്മളിവിടെ സെലക്ട് ചെയ്ത് വണ്ടി പോയി. നമ്മൾ 314 എന്ന് പറയുമ്പോൾ 313, 314 2 വരെ അതിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ 314 ഓഷ്യൻ പൂൾ വില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ 313, നമ്പർ 314. ഫെജുവിന് ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പണിയും കിട്ടി. ഫെജു വന്നിട്ട് എന്താ പറയുക, ഷവർ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൂള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഒരു വണ്ട് പോലെ, കരിവണ്ട് പോലെ ഒരു സംഭവം. അത് വന്നിട്ട് നമ്മൾ അത് വന്നിട്ട് എന്ത് ചെയ്ത് ഫെജുവിൻ്റെ തലയിൽ കയറി. ഓക്കെ, തലയിൽ കയറിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കണ്ടാ രജിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേക്ക് ഇവിടെ സർപ്രൈസ് ഒക്കെ ഉണ്ട്. ഇതുവരെ ആള് ഭയങ്കര മുഖത്ത് ഭയങ്കര ഒരു മ്ലാനതയായിരുന്നു. എന്തിന്? ഹാപ്പില്ലോ, നല്ല ചൂടായിട്ടാണ്. നോക്ക് നോക്ക് നോക്ക്. നമ്മൾ റൂമിലെത്തിയ സമയത്ത് ഞാൻ ഇന്നലെ അവർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വൈഫിന് ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ നോക്കി ഞങ്ങൾ അവർ വന്നിട്ട് ബെഡിൽ നമ്മുടെ ഓലയില്ലേ, ഓല കൊണ്ട് കുരുത്തോലയില്ലേ, കുരുത്തോല കൊണ്ട് പിന്നെ വേറെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് എഴുതിയതാണ് കേട്ടോ. അതുപോലെ ഡെക്കറേഷൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. Thank you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
so much. Thank you so much. Thank you. Enjoy. Thank you. ബിജുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആദ്യം തന്നെ റൂമിൽ പോയപ്പോൾ ഒരു സർപ്രൈസ് കിട്ടി. നേരെ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ ഇവിടുന്ന് ഒരു സർപ്രൈസ്. അപ്പം പുള്ളിക്കാരത്തി ഫുൾ ഹാപ്പിയാണ്. അപ്പം ഗുഡ് നൈറ്റ്, നാളെ കാണാം.